അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നേ? ഞാൻ വിരിച്ച റൂം വൃത്തിയാക്കിട്ട് വന്നിട്ട് വന്നതാ മോളെ. എന്താ കിടക്കണ കോലം മുഴുവനും മാറാളിച്ചിട്ട്. നിന്റെ അമ്മേന്റെ മേലെ എവിടെയും കയറലുണ്ടോ? ഈ റൂമിലായിട്ട് നിങ്ങൾ ആരും വരുന്നില്ലല്ലോ അമ്മയോ മോളോ. അച്ഛൻ പോയതിന്റെ ശേഷം പിന്നെ എങ്ങനെ കയറാനാ? അച്ഛൻ പോയിന്ന് പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ മോളെ? നമ്മൾക്ക് ജീവിക്കണ്ടേ? അവനോട് ഇങ്ങനെ ഒരു നാശം പിടിച്ചത് എൻ്റെ വയറ്റിൽ വന്ന് ജനിക്കാനില്ല. മരിച്ചു തന്നെ മരിച്ചു പോയിന്ന് പറയാ. കുടുംബത്തിൽ നാണൊക്കെ പറ്റിയിട്ട്. നിന്റെ അമ്മ എവിടെ? അമ്മ ബാൽക്കണി കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്തിനു കരയാവള്? കരയേണ്ട ആവശ്യം എന്താ? അവനെ ഓർത്ത് ഇനി കരയോ? ബുദ്ധി ഉണ്ടെങ്കിൽ അവനെ ഓർത്ത് കരയോ? ഞങ്ങളൊക്കെ എന്നോ അവനെ പിടിച്ച് അവന് മനസ്സിന് എൻ്റെ മനസ്സിന് അവൻ പോയി കഴിഞ്ഞു 2 മാസമായിട്ട്. എന്തിനു കരയാനാ? പിന്നല്ലേ നാളെ മുതൽ ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് പോകുന്നില്ല. അതെന്താ ട്യൂഷന് പോകാണ്ട് എങ്ങനെ പഠിക്കാനാ? ആ ജിഷേച്ചില്ലേ, ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ നേരത്തൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഇവിടെ ജോലിക്ക് വന്ന ആ തമിഴത്തിൻ്റെ ഒപ്പം നിന്റെ അച്ഛൻ ഒളിച്ചു പോയി. അവള് കുറച്ച് കിന്നർ അല്ലെങ്കിൽ കൂടുതലാ. ഞാൻ പാല് വാങ്ങുമ്പോൾ അവൾ ഇങ്ങനെ തന്നെ പറയുന്നു. ഒളിച്ചും പാത്തി ഓരോ പറച്ചിലുണ്ടല്ലോ അവളിൻ്റെ അടുത്ത്. പിന്നെ ആൾക്കാരും കുട്ടികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യാം. മോളിനടുത്ത് ജിഷയിലെ പറഞ്ഞത് ജിഷ്ട ഞാൻ ശരിയാക്കി കൊടുക്കാൻ പോയിട്ട് എല്ലാം തികഞ്ഞവള് മറ്റുള്ളവർ കുറ്റം പറയാൻ വേണ്ടി നടക്കുന്നത്. ഇന്നലെയാണോ നിന്റെ അച്ഛൻ പോയിട്ട്? എത്രയായി? അവൾ അറിഞ്ഞില്ലേ? 2 മാസം അതിൽ പോയിട്ട് നിന്റെ അച്ഛൻ. ഞങ്ങൾ എൻ്റെ അച്ഛനെ കുറിച്ച് പുറത്താക്കി പറയും. ഇനി ഞങ്ങളുടെ അച്ഛൻ ഇവിടെ വരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് അച്ഛനില്ല, ഞങ്ങളുടെ അച്ഛൻ്റെ ഭർത്താവിന് ഇനി പറയരുതെന്ന് പറയും. ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവളെ പോയിട്ട്. അതെന്താ? ഇനിയിപ്പോൾ ഒരുത്തൻ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? മോൾ എന്താലോചിച്ചിരിക്കുക? അമ്മേ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാ. അമ്മ എന്തിനാ ഈ നേരം കിട്ടുമ്പോഴൊക്കെ കരഞ്ഞിരിക്കുന്നേ? രാത്രി ആണെങ്കിൽ എപ്പോഴും കരച്ചിൽ തന്നെ. നിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് അല്ലാണ്ട് എന്ത് പറയാനാ? അല്ല, നീ എത്ര കാലങ്ങൾ ലീവ് എടുത്തിരിക്കാനാ? ഇപ്പോൾ 2 മാസമല്ലേ ലീവ് എടുത്തിട്ട് മോളിന് ജോലിക്ക് പോ. ഇനിയും പോയിട്ടില്ലെങ്കിൽ എൻ്റെ ജോലി പോയി പോകും. ജോലിക്ക് ഇനി പോയി തുടങ്ങണമെന്ന് തന്നെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. എന്ത് പറഞ്ഞിട്ടാ ഞാൻ പോവുക? എല്ലാവരും കൂടി എന്നെ കളിയാക്കില്ലേ? മോളെ, അവർ വേണേൽ 2 ദിവസം 3 ദിവസം പറയും, പിന്നൊന്നും ആരും ഒന്നും പറയില്ല. നിനക്ക് നിന്നെപ്പോലെ പെണ്ണുങ്ങളെല്ലാവരും പെൺകുട്ടികളെല്ലാവരും പണിക്ക് വരുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല നിൻ്റെ വേദന എന്താണെന്നുള്ളത്. ഇത്ര വലിയ മോളൊക്കെ ഉള്ളപ്പോൾ ഒരച്ഛനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. കാണുന്നവർക്ക് അതൊക്കെ സിമ്പിളായിട്ട് തോന്നും. മതി, നമ്മളെ വേണ്ടാത്ത അച്ഛൻ നമുക്കും വേണ്ട. ഇവിടെ അച്ഛനും അച്ഛനൊക്കെ ഇല്ലേ, അവർ മതി. അമ്മ വാ. മോളിലും വിഷമിപ്പിക്കണ്ട മോളെ. നീ ഇനി കരയണ്ട. അതിന് വിട്ടേക്കങ്ങ്. ഞങ്ങൾ വിട്ടല്ലോ അവനെ. നീ എന്തെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കുക. വാ മോളെ. മോൾ നാളെ തുടങ്ങിയിട്ടേ ജോലിക്ക് പോകാൻ നോക്ക്. എന്തെങ്കിലും ചെയ്ത് ഓഫീസിലേക്ക് നീ 5 മണിയാകുമ്പോഴത്തേക്കും വിളിച്ച് പറയുമെന്ന്. എന്നാൽ എനിക്ക് കയറാലോ. ഇങ്ങോട്ട് വാ മോള്. വല്ല സിഗരറ്റ് വലിയോ കള്ളുകൂടിയോ മോഷണോ പിടിച്ചുപറിയോ കത്തിക്കുത്തോ എന്തായാലും ഞാൻ സഹിച്ചിരുന്നു. വീട്ടുപണിക്ക് അതൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയത് ഞാൻ എങ്ങനെ ആൾക്കാരോട് പറയാ? കടം കയറിയിട്ടൊക്കെ നാട് വിട്ട് പോയതാണെങ്കിൽ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് വന്നിട്ടെങ്കിലും എനിക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇത് ഞാൻ എന്താ ചെയ്യാൻ എൻ്റെ ഭഗവാന്? എൻ്റെ മോള് എന്നെ നീ എന്തിന് ഈ ഒരു ഗതികേടിൽ എത്തിച്ചത്? നിന്റെ അമ്മനെ ഇനിയും കാണുന്നില്ലല്ലോ മോളെ. അമ്മ എന്താ ഇത്ര ലേറ്റ് ആയേ? സാധാരണ ഇങ്ങനെ ലേറ്റ് ആവില്ല. വരുന്നതല്ലേ. ഞാൻ അവളെ പോവില്ല പറഞ്ഞ എൻ്റെ മോള് പാവം. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞാച്ചതാ വീട്ടിലിങ്ങനെ വിഷമിച്ചിട്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് വരുവാന്നാണ് ഇപ്പോൾ ആവാൻ പാടിക്കുന്നത്. എത്ര കാലത്തിന് ഇരിക്കുക. എനിക്ക് അമ്മ വന്നിട്ട് വേണം ഈ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ, കാണിച്ചു കൊടുക്കണം. മോള് പഠിച്ചോ? ടീച്ചർ പറഞ്ഞു വായിച്ചിട്ട് ചെല്ലാൻ. വായിച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ ഇവിടെ വായിച്ചു നിർത്തി തിരിച്ചു തീരുമാനിച്ചു. അമ്മേ, മോളെ, അമ്മ എത്തിട്ടോ? എങ്ങനെയുണ്ട് മോളെ ജോലി സ്ഥലത്ത്? എല്ലാവരും എങ്ങനെയാണ് മോളോട് പെരുമാറിയത്? അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അമ്മേ. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അറിയാത്ത പോലെ അഭിനയിക്കണാണോ എന്നോട് വേണമെന്ന് വെച്ച് ചോദിക്കാതിരിക്കണാണോ എന്നറിയില്ല. അതല്ലേ ഞാൻ മോളോട് പറഞ്ഞത്, വെറുതെ ഇരിക്കേണ്ട, ജോലിക്ക് പോയിക്കോന്നുള്ളത്. അവർ മനുഷ്യന്മാരില്ലേ, അവർ മനസ്സിലാക്കില്ലേ. ഇതേതാ ബുക്ക്? ഇത് ഇന്നലെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതായിരുന്നു. വായിച്ചാ മോള്? വായിച്ച് പഠിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു.
ഇതാ അച്ഛനോട് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. അമ്മ എനിക്കറിയോ, അമ്മേനോട് ആരെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ആ അവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ, അവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അമ്മയുടെ ഓഫീസിൽ. ചോദിച്ചിട്ടുള്ളൂ. ആ അമ്മ, ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണമായിരുന്നോ വരുമ്പോ? എന്തിനാ മോള് സാധനങ്ങൾ വാങ്ങിട്ട് വരുന്നത്? ഇവിടെ അച്ഛനെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ എത്തിയോ? ഇല്ല, അച്ഛൻ വന്നിട്ട് പോയതാ. ഞാൻ പോയിട്ട് ചായ വെക്കട്ടെ കേട്ടാ. ആ അമ്മ, ഞാൻ ഇതിൽ ചോറാക്കിയിട്ടുണ്ട് മോളെ. ഇത് രാവിലെ ഉണ്ടാക്കി വെള്ളയപ്പാണ് കേട്ടോ. 11 മണിക്ക് കഴിക്കണേ. എന്നാ ചൂട് വെള്ളം. പിന്നെ അമ്മ, അവൾക്ക് ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് ഇപ്പോൾ. ആയിക്കോട്ടെ. അപ്പം എന്തായാലും 2 ദിവസമുള്ള റെസ്റ്റ് എടുക്കട്ടെ. ആ ക്ലാസ് ടീച്ചറിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കണേ. എന്നാ നോക്കാം മോളെ കഴിക്കാം. അച്ഛൻ പോയാ? ഇല്ല, അച്ഛൻ കുളിക്കുന്നു. അച്ഛനോട് പറഞ്ഞോളൂ. ആ പറയാം. ആ പാറു, നീ ജോലിക്ക് പോയി തുടങ്ങിയോ? ആടോ, ഞാൻ പോവാൻ തുടങ്ങി. വെറുതെ വീട്ടിലിരിക്കാനേ അമ്മ സമ്മതിക്കണില്ല. ഓരോരോ ടെൻഷൻ വരുന്നു പറഞ്ഞിട്ട്. അതാ നല്ലത്. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നത്? അവനക്ക് യോഗ ഇല്ല നിന്റെ കൂടെ കഴിയാൻ, അത് കരുതിയാൽ മതി. അല്ലാതെ വീട്ടു ജോലിക്ക് വന്ന ഒരാളെയും കൂട്ടിയിട്ട് ഇത്രയും വലിയ മോളെയും വെച്ചിട്ട് ആരെങ്കിലൊക്കെ പോവുമോ? ആയിഷയ്ക്ക് അറിയണല്ലേ ഞങ്ങൾ എത്ര നന്നായിട്ടാണ് ജീവിച്ചിരുന്നെന്നുള്ളത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഏട്ടൻ ആ വീട്ടിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ കൂടെ ഇതുപോലൊരു പോക്ക് പോകുന്നു. ഇപ്പോൾ കോയമ്പത്തൂരോ എന്നൊക്കെയാണ് പറയണ കേട്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി. ഇപ്പം എന്ത് ചെയ്യാനാ? നീ മോളെയും കൂട്ടി നന്നായിട്ട് ജീവിക്കുക. ഒന്നില്ലെങ്കിലും നിന്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും തന്നെ നിന്നെ നന്നായി നോക്കുന്നില്ലേ? അതന്നെ ആയിഷ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ അങ്ങനെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടുത്തെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞാൽ പാവങ്ങളാ. എന്തൊരു സ്നേഹമാണെന്നറിയോ. അവരെ വിട്ടിട്ട് ഇപ്പോൾ ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവുമെന്നറിയോ. ഇതൊക്കെ അനുഭവിക്കാതെ എവിടെ പോവാനാ? നിങ്ങൾക്ക് കാണാം, കുറച്ചും കൂടി കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ കീഴിൽ തന്നെ അവർ വരും. ഞാൻ നിന്നെ വിളിക്കാം. എനിക്ക് ഇത്തിരി ലേറ്റായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. എന്നാൽ ശരിയടോ. ഇല്ല, മോൾ അവിടെയുണ്ട്. ഞാൻ അവളുടെ മുൻപിൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇല്ല, അവൻ ഇവിടുന്ന് എന്ന് പടിയിറങ്ങിപ്പോയോ അന്ന് തുടങ്ങി അവളും മരുമോളല്ല, ഞങ്ങളുടെ മോളാ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? മറ്റേ നല്ല ബന്ധങ്ങൾ അവൾക്ക് നോക്കുക, കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് പിന്നല്ലാതെ? ആ കുട്ടി ചെറുപ്പക്കാരിയാ. ഞങ്ങൾ പിടിച്ചിരുന്ന ആവശ്യം എന്താ അവളെ? അതെൻ്റെ വീട്ടിൽ പോയാലും നിൽക്കില്ല. ഞങ്ങൾ കുറേ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞു. അവൾ വേണ്ടമ്മേ, വേണ്ട വേണ്ട, ഏട്ടൻ തിരിച്ചു വരും പറഞ്ഞു. ഇനി തിരിച്ചു വന്നാൽ അവനെ കയറ്റില്ല ഞങ്ങൾ. അവൻ ഇവിടുന്ന് എന്ന് പടിയിറങ്ങിപ്പോയോ അന്ന് എൻ്റെ മനസ്സിൽ മരിച്ചു. അങ്ങനെ ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ കുട്ടിനെ വെറുതെ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇനി നല്ലൊരു എന്തെങ്കിലും കുറേ ബ്രോക്കർമാരെ കൊണ്ട് ഇവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരും, അത് ഇത്ര നേരം കാണുന്നില്ല. അവളും ജോലി കഴിഞ്ഞ് വരാനായി. ആ 2ാം കെട്ടുകാരനാണ്. ഇനിയിപ്പോൾ എങ്ങനെ നോക്കട്ടെ, നമ്മൾ യോഗം എന്താ നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. എന്നാൽ ശരി കേട്ടോ. എന്നാൽ ശരി. എൻ്റെ മോളതുണ്ട്. എനിക്കതിൻ്റെ മുഖം കാണുമ്പോഴാണ് ടെൻഷൻ. അതുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഭർത്താവ് 2ാം കല്യാണം കഴിക്കുന്നില്ലേ എന്ന പോലെ വിചാരിക്കുക. ഇനിയിപ്പോൾ എന്ത് പറയാൻ? അവളുടെ സ്വർണം മുഴുവൻ ഇവിടെ ഉണ്ട്. അവനും എടുത്തിട്ടില്ല, ഞങ്ങളും എടുത്തിട്ടില്ല. എൻ്റെ മോളെ അവിടത്തേക്ക് ഇപ്പം അമ്മ വരാട്ടാ. എൻ്റെ മോളുടെ അമ്മ വരുന്നുണ്ട് തോന്നുന്നു. മോളേക്കട്ടെ. എൻ്റെ കുഞ്ഞിനെ കാണുമ്പോഴാണ്ടോ എനിക്ക് ഒരുപാട് വിഷമമാകുക. അതിൻ്റെ മീതെ ആ പെൺകുട്ടിൻ്റെ കണ്ണീരും, അതിൻ്റെ കണ്ണീർ എന്നെ കണ്ട് ആ വീട്ടിനൊരു ശാപം പിടിച്ച പോലെയാവും. അതിനെ ഒരുത്തിൻ്റെ പിടിച്ചു കൊടുത്താൽ ഞങ്ങൾക്കൊരാശ്വാസമായി. ഞങ്ങളുടെ മോളെ ഒരുത്തിൻ്റെ പിടിച്ചു കൊടുത്ത പോലെയായി. ചേച്ചിയാ, ആ രാജുവാ, കയറ്. സുധാകരട്ടപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തിരിക്കാം. ഇരിക്കേ. ചേച്ചിയെ എന്നെപ്പോൾ സുധാകരട്ടൻ വിളിച്ചിരുന്നു. ഞാനിപ്പോൾ സുധാകരട്ടൻ വിളിച്ചിട്ട് വന്നതാണ്. ഇപ്പം നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. ചെക്കന് കുഴപ്പമില്ലാത്ത ജോലിയാണ്, റെയിൽവേയിലാണ് ജോലി. അവിടെ എങ്ങനെ? അവിടെ കുഴപ്പമൊന്നുമില്ല വന ചേച്ചിയെ. മൂപ്പര് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ രാജു? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് വന ചേച്ചിയെ. ചെക്കന് 42-43 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നതാ? വന ചേച്ചിയെ, മൂപ്പര് വീട്ടിൽ ഒരു ഭാരാബ്ദക്കാരനാണ്, കുടുംബം നോക്കുന്ന ഒരാളാണ്. അങ്ങനെ വൈകിപ്പോയി. പിന്നെ മൂപ്പരെ കല്യാണവും മൂപ്പരോട് ഏതാണ്ട് മറന്നുപോയി എന്ന് തന്നെ പറയാം.
വീട്ടിൽ ലേശം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റെയിൽവേയിലാണ്, നല്ല ജോലിയാണ്. പിന്നെ മോളുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? മോളെ അങ്ങോട്ട് വിടില്ല കേട്ടാ, മോളെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ എന്താ അറിയോ രാജു, ഇതിനെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ചെറിയ പെൺകുട്ടിയല്ലേ, പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജീവിതം കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ്. മോളെ എന്തായാലും വിടില്ല, അവർക്കൊരു ഭാരം ആവില്ല, മോളെ ഞങ്ങൾ നോക്കിക്കോളാം. ആ വിവരം കൂടി ഒന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അനുചേച്ചിയെ, മോളെ കാര്യം ഞാനെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, ചെക്കൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി മോളെ അങ്ങോട്ടേക്ക് വിടുന്നതിനെ കൊണ്ടിട്ടും യാതൊരു കുഴപ്പമില്ല. മോളെ ഒരു നല്ല ഭംഗിയായിട്ട് ഒരു നോക്കും. മോളെ കാര്യത്തെ പറ്റി യാതൊരു ടെൻഷനും അനുചേച്ചിക്ക് വേണ്ട. ഞങ്ങൾ രാജു ആദ്യം മോളെ ഒന്നും വിടില്ല, പിന്നീട് അവർക്കൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് അവളൊക്കെ പോയി അവിടെ ജീവിച്ച് എങ്ങനെയൊക്കെ നോക്കിയ ശേഷം അവളുടെ ഇഷ്ടമുണ്ടെങ്കിൽ പോകുകയോ വരുകയോ ചെയ്തോട്ടെ. ഞങ്ങൾക്കിപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. ആ മഹാഭാവി ഇങ്ങനെ ചെയ്ത കാരണമല്ലേ എൻ്റെ മോൾക്കിപ്പോൾ ഈ ഗതി വന്നത്. ഞങ്ങളവളെ മരുമോളായിട്ടല്ല, സ്വന്തം മോളെ പോലെയാണ് ഇവിടുന്ന് കല്യാണം കഴിച്ച് വിടുന്നത്. ഇനിയിപ്പോൾ അവൻ എന്തായാലും എങ്ങനെ വന്നാലും അവൻ ഈ വീട്ടിൽ ഞങ്ങൾ കയറ്റില്ല. അവൻ അതോടെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയവൻ. ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് മാത്രം ഒരു ടെൻഷനുള്ളൂ. എല്ലാവരുടെയും പെൺകുട്ടികളാണ് അവരുടെ കൂടെ ഇവരുടെ കൂടെ പോയി നമ്മൾ കേൾക്കുന്നത്. ഇത് ഇത്രയും വലിയൊരു മോളെയും വെച്ചിട്ട് അവനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുടുംബക്കാരും ബന്ധുക്കാരനെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അവരൊക്കെ പലതും പല അഭിപ്രായം പറയുന്നത് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിൻ്റെ ജീവിതം സേഫ് ആക്കണം, അത് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. കാര്യം മോളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട പറയാം. മോളെ ഞങ്ങൾ വിടില്ല അവരുടെ അടുത്തേക്ക്. അമ്മേ, മോളെത്തിയില്ലേ? ആ, മോളെ കാര്യം ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. രാജു മോൾക്ക് നല്ലൊരു ബന്ധം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് രാജു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെയാണ്. എന്താ അമ്മേ, എനിക്കിനി ഒരു കല്യാണം കൂടി വേണം. ഒരു കല്യാണം കൊണ്ട് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് അമ്മയ്ക്ക് അറിയണ തന്നെയല്ലേ? മോൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അച്ഛനും അമ്മക്ക് നല്ല ടെൻഷനുണ്ട് മോളെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട്. ഇപ്പം ഞാൻ കൊണ്ടുവന്നത് നല്ലൊരു ആലോചന. എന്താ ചേച്ചി, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതല്ല രാജു, അവൾക്കൊരു പേടിയാണ്. ആദ്യത്തെ ബന്ധം എങ്ങനെയായില്ലേ, ഇനി കാണുന്നതൊക്കെ അവൾക്കൊരു പേടിയായിരിക്കുമല്ലോ. ഞങ്ങൾ എൻ്റെ മോളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അപ്പം അനുചേച്ചി, നിങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ സുധാകരേട്ടൻ വന്നിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ചെക്കനൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്കനെ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. അതൊക്കെ നല്ല ചെക്കനാണ് പഞ്ചേച്ചി, ആരും മോശം പറയില്ല. അതാണ് ചെക്കൻ. എന്നാലും ഞാനൊരു കാര്യം ചെയ്യാൻ ചേച്ചിയെ, ഞാൻ ഈ ഫോട്ടോ സുധാകരേട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആണെങ്കിൽ ഞായറാഴ്ച ഞാൻ ചെക്കനെയും ചെക്കൻ്റെ വീട്ടുകാരായിട്ട് വരാം. എന്നാൽ ആയിക്കോട്ടെ. നീ എന്നാൽ ഫോട്ടോ സുധാകരൻ്റെ മൊബൈലിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നീ പറഞ്ഞ എല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോഴും കുഴപ്പമില്ലാത്ത കുടുംബക്കാരാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് നടത്തി കൊടുക്കാം. അവന് വരാൻ പറയും. എന്നാൽ ശരി വേണം ചേച്ചി, ഞാൻ പോയിട്ട് വരാം. നിങ്ങളെ തീരുമാനം എങ്ങനെയാണ്? നിങ്ങൾ രണ്ടാളൊന്ന് തീരുമാനിച്ചിട്ട് എന്നെ എത്രയും പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് വിളിച്ച് പറയും. ആയിക്കോട്ടെ. എന്നാൽ ഇതാ നിൻ്റെ ഫോൺ ഇവിടെ വെച്ച് ഞാൻ ഫോട്ടോ നോക്കിയിട്ട്. എന്നാൽ ശരി. എന്നാൽ ശരി. എന്നാൽ ഇതാരാ? ഹലോ, ആരാ? ആരാ? വിഷ്ണു? എൻ്റെ മോനോ? എനിക്ക് അങ്ങനെ ഒരു മോനില്ലല്ലോ. അവൻ പോയിട്ട് 1 വർഷമായി. അമ്മടാ, എനിക്കങ്ങനെ അമ്മയെ വിളിക്കാൻ ആളില്ല. നീ ഏതടാ അമ്മ അമ്മ വിളിക്കണ? ആരെയും വിളിക്കണേ? നീ വേറെ ആരെയും വിളിച്ച നമ്പർ തെറ്റിപ്പോയിട്ടുണ്ടാവും. തമിഴത്തിൽ പോണ നിന്നെ വിട്ടിട്ട് പോയിട്ട് 2 മാസം കഴിഞ്ഞ് നീ ഇപ്പൊ തെണ്ടുന്നുണ്ടാവുമല്ലേ? അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ആ ഒരു വിളിക്കാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. നീ തെണ്ടണടാ, നീ തെണ്ടണം. ഞങ്ങളുടെ കുടുംബത്തിൽ കണ്ണീർ ഒളിച്ചിട്ട് നീ പോയിരിക്കുന്നത്. ഇത്രയും വലിയൊരു മോളയിട്ട് നിന്റെ ഭാര്യനെ ഇട്ടല്ലേ നീ പോയത്.
അമ്മ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണമ്മ. അറിയാതെ പറ്റിപ്പോവുകയെ വീട്ടു ജോലിക്ക് പോകാൻ തമിഴ്സിനോടെ പോകാൻ അറിയാതെ പറ്റിപ്പോയതാ. കുരുത്തങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നാണക്കുണ്ടാക്കിട്ട് പോയതും പോരാ. ഇനി ഒരമ്മയെ നീ വിളിക്കണ്ട പാർവതി, നീ മിണ്ടാതിരിക്കും. നല്ലപോലെ നോക്കിക്കോളമ്മ. നീ ഇനി നോക്കും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ എന്റെ മോൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ കല്യാണമാ, എല്ലാം റെഡിയാക്കി. അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ല അമ്മ. എനിക്ക് ഒരു വ്യക്തിക്ക് പറ്റിപ്പോയതമ്മ. ഇനി നിനക്ക് ഒരു മിസ്റ്റേക്ക് പറ്റും. നീ പല പല മിസ്റ്റേക്ക് നിനക്ക് പറ്റും. അത് കാരണം ഇനി ഈ വീഡിയോയിൽ ഇതിലേക്ക് ഈ മൊബൈലിലേക്ക് നീ കോൾ ചെയ്യരുത്. ഞങ്ങളുടെ മോൾക്ക് ഒരാഴ്ച കഴിഞ്ഞ കല്യാണമാണ്. ആ കല്യാണത്തിന് വല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ പോലീസിൽ പിടിപ്പിക്കും ഞാൻ. അമ്മ അങ്ങനൊന്നും പറയില്ല അമ്മ. സോറി അമ്മ, അറിയാതെ പറ്റിപ്പോയതാ. എന്നെ വീണ്ടും അമ്മ സ്വീകരിക്കണം അമ്മ. ഞാൻ വീട്ടിലോട്ട് വരട്ടെ അമ്മ. നീ വരണ്ട. ഇല്ല നീ വരണ്ട. നീ വീട്ടിലേക്ക് വരണ്ട. ഈ വീട്ടിലേക്ക് നീ ഇനി കേറില്ല. ഞങ്ങൾക്കങ്ങനെ മോനെ ഇല്ല. ഞങ്ങൾക്കിപ്പോ മരുമോളല്ല, ഇവിടെ ഞങ്ങൾക്കുള്ളത് മോളാ, ഞങ്ങളുടെ സ്വന്തം മോള്. അവൾക്ക് ഞങ്ങൾ നല്ലൊരു ബന്ധമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അമ്മ അമ്മ നിങ്ങളാരും ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്ത് പോകുമ്പോ. സൂയിസൈഡ് ചെയ്യണം, അതാണ് നീ വേണ്ടത്. ആലോചിച്ചിട്ടെങ്കിലും അമ്മ വരാൻ പറയും. അമ്മ അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. നീ പണ്ടേ നിനക്കറിയാലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നീ അതൊന്നും ഒരു വില വെക്ക. അത് വീട്ടു ജോലിക്ക് വന്നൊരു പെണ്ണു ജോലി ചെയ്യട്ടെ മോളെ, അവൻ ചെയ്യട്ടെ. അവൻ നിനക്ക് എന്തിനാ അവൻ ഇതൊരു കണ്ണു കുടിച്ചത് പോരെ? മോളുടെ അച്ഛനല്ല എത്രയാലും മോളുടെ അച്ഛനാണുള്ളത് ബോധം അവനുണ്ടായിരുന്നോ? ഇത് ഞങ്ങൾ ഇനി ഒരു കാര്യം പറയാം. ഞങ്ങൾ കല്യാണം ഉറപ്പ്, നീ ഞങ്ങളെ മാനം കെടുത്തരുത്. ഇത് ഇത്ര അപേക്ഷയാണ്, ഞങ്ങളുടെ മാനം കെടുത്തരുത്. അങ്ങനെ പറയില്ല അമ്മ. ഇല്ല നീ ഫോൺ വെച്ചിട്ട് ഇനി മേലെ ഈ ഫോണിലേക്ക് ഒരു കോള് വരരുത്. നീ വെച്ചിട്ട് പോ. ഇനി വേണ്ട, ഇനി വരരുത്. പാവല്ലമ്മ, ഒരു തെറ്റ് പറ്റി പോകുന്നല്ലേ പാവത്തിന്. ഈ തെറ്റിന് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഇത് ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും പല പല തെറ്റവന് പറ്റും.